രാഷ്ട്രീയം. അതെ, ഇലക്ഷൻ ആണ്. കേരളം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സംസാരിക്കുന്നത് സ്വന്തം നാട്ടിലെ രാഷ്ട്രീയവും സ്വന്തം MLA സ്ഥാനാർത്ഥിയെയും കുറിച്ചാണ്. പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ്, വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ആലോചിക്കുക. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഏത് രീതിയിലാണ് എന്റെ MLA എന്റെ ജീവിതം മെച്ചപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവ് കൊണ്ട് ഏത് രീതിയിലുള്ള ഒരു നേട്ടങ്ങളാണ്, വികസനമാണ് നമ്മുടെ നാട്ടിലേക്ക് ആ MLA കൊണ്ടുവന്നത് എന്ന് ആലോചിക്കുക. ഈ ചോദ്യം ചോദിക്കുക. ഇങ്ങനെ പലപ്പോഴും ഒരു ചോദ്യവും ചോദിക്കാതെ വോട്ട് ചെയ്ത് ഓരോരുത്തരെയും ജയിപ്പിച്ച് വിടുന്നത് കൊണ്ട് മാത്രമായിരിക്കണം പലപ്പോഴും ഫേക്ക് പൊളിറ്റിക്സ് മാത്രം കളിച്ച്, അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രാമ മാത്രം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന പൊളിറ്റീഷ്യൻസ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഓരോ ചോദ്യത്തിനും നമ്മുടെ നാട്ടില്, അതായത് പാർട്ടിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും മാത്രം ചോദിച്ച് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ രാഷ്ട്രീയക്കാരനോടും ചോദിക്കണം, ഏത് രീതിയിലുള്ള വികസനമാണ്, എത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് എന്റെ നാട്ടിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്നത് എന്നുള്ളത് അക്കമിട്ട് പറയാൻ അവരോട് നമ്മൾ ചോദിക്കുക. അവരതിന് ബാധ്യസ്ഥരാണ്. ഈ ബാധ്യസ്ഥ അവരുടെ കൂടെ ആണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും നല്ല രീതിയിൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇതൊന്നും ചോദിക്കാതെ ഓരോ പൗരനും അവന്റെ വോട്ടവകാശം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയക്കാർ പോലും എന്താവുന്നത്, യാതൊരു റെസ്പോൺസിബിൾ അല്ലാതെ, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ മരണവീടുകളിലും ജനവീടുകളിലും കല്യാണങ്ങളിലും മാത്രം കൂടി വികസനം കാഴ്ചവെക്കാതെ ഇവരും കടന്നു പോകുന്നത്. ഇനി ചോദ്യങ്ങളുടെ കാലമായിരിക്കണം. സോ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ വോട്ട് വർഗീയതയ്ക്കാകരുത്. കേരളമായി തന്നെ തുടരട്ടെ. വോട്ട് ഫോർ യുവർ ഫ്യൂച്ചർ.